ആറന്മുള ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം. 3 സ്ഥാനാർത്ഥികളും കരുത്തർ. UDFന്റെ അബിൻ വർക്കി, വീണ ജോർജ് ആരോഗ്യമന്ത്രി, കുമ്മനം രാജശേഖരൻ മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ. എന്ത് സംഭവിക്കും? അബിൻ വർക്കിക്ക് എല്ലാം വർക്കായോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം വർക്കായി. 10,000 വോട്ട് ഭൂരിപക്ഷമാണ് അബിൻ വർക്കിയുടെ. അൾട്രാ കോൺഫിഡൻസ്, ഒരു അൾട്രാ തരംഗം എന്ന് വെച്ചാൽ എന്തായിരുന്നു ശരിക്കും? തരംഗത്തിന്റെ അപ്പുറത്തുള്ളൊരു തരംഗം. കോന്നി KU ജനീഷ് കുമാർ പിടിച്ചെടുത്ത മണ്ഡലം. ഇത്തവണ സതീഷ് കൊച്ചുപറമ്പിൽ PCC പ്രസിഡന്റ്. എല്ലാ മണ്ഡലവും പിടിക്കുമെന്നാണ് UDFന്റെ ആദ്യം. അപ്പൊ അങ്ങനെയെങ്കിൽ എന്താവും നോക്കാം. സതീഷ് കൊച്ചുപറമ്പിൽ ജയിച്ചു കയറുവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു 11 മണി വരെ കാത്തിരുന്നാൽ നമുക്ക് ഇല്ല. അതിന് മുമ്പ് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ടിന്റെ മാജിക് സ്ക്രീനിൽ എല്ലാ നമ്പേഴ്സും എല്ലാ ഫിഗേഴ്സും അത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് യുവ നേതാവിനെ തന്നെ LDF ഇറക്കിയതാണ്. പക്ഷെ അപ്പുറത്ത് CV ശാന്തകുമാർ. ഈ ഹെലികോപ്റ്റർ എവിടെ നിന്നാണ് പറന്നു വരുന്നതൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ AR/VR സംവിധാനം, നമ്മുടെ ടീം രാവിലെ മുതൽ സജ്ജമാണ്. നമ്മുടെ അജി പുഷ്കരൻ ടീം രാവിലെ മുതലുണ്ട്. രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ അവർ ഉറങ്ങിയിട്ടേ. രാത്രിയില്ല, കുറെ ദിവസമായി ഇത് തന്നെയാണ്. നമ്മുടെ ടീം മൊത്തം റെഡിയാണ്. ഓരോ മണ്ഡലങ്ങളുടെയും അപ്ഡേറ്റുകൾ, ഓരോ ബൂത്തുകളും എണ്ണി തുടങ്ങുമ്പോൾ അത് ഞങ്ങളുടെ മാജിക് സ്ക്രീനിൽ അപ്പോൾ പ്രേക്ഷകർക്ക് ഏറ്റവും ആധികാരികമായി ഇവിടെ നിന്ന് എണീറ്റ് പോവണ്ട. അതാണ് ഞങ്ങൾ ഉറങ്ങാതിരുന്നത്. അത്രയും നിങ്ങൾ പ്രേക്ഷകർ സുഖമായി ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ടീമിനെ കുറിച്ച് ഞാൻ പറയുന്നത്, നമ്മുടെ ക്യാമറ ടീം ഇതാ അടിപൊളിയായി കൂടുതൽ ആവേശത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡെസ്കിലുള്ള ടീം ഓരോരുത്തരും ടാലി മെഷീനുകളൊക്കെ ഇങ്ങനെ എന്താ പറയാ അവസാന മിനുക്ക് പണികളിലാണ്. അപ്പോൾ ഓരോ നമ്പറും അപ്പോൾ അത്ര ആക്യുറേറ്റ് ആയി. അതെനിക്ക് കോൺഫിഡൻസ് ആണ് കേട്ടോ. നമ്മുടെ സജീഷ് ചേട്ടൻ പറഞ്ഞ പോലെ അവർക്ക് അതിന് പറ്റും എന്ന് പറഞ്ഞത് നമ്മളെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ഡെസ്കിലെ ടീം സജ്ജമാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. 4 മണിക്ക് ഇതിന് എഴുന്നേറ്റ് വേണ്ട. നമ്മുടെ എഡിറ്റോറിയൽ ടീം അല്പസമയത്തിനകം ഇവിടെ എത്തും. നമ്മുടെ എഡിറ്റേഴ്സ് ഉണ്ട്, വെബ് ടീം ഉണ്ട്, നമ്മുടെ പറക്കുന്ന കാർഡുകൾ അതായിരിക്കും. സോഷ്യൽ മീഡിയ കാർഡുകളിൽ എപ്പോഴത്തെയും പോലെ തരംഗം സൃഷ്ടിക്കുന്നത് റിപ്പോർട്ടർ മാത്രമായിരിക്കും. ഞങ്ങളുടെ കാർഡുകളിലെ ക്യാപ്ഷനുകൾ പ്രേക്ഷകർ കാത്തിരുന്നോളൂ. കിടുക്കാച്ചിയായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രമോയെ കുറിച്ച് കൂടി പറയണം. നമ്മുടെ പ്രമോ അതിഗംഭീര സിനിമാ സ്റ്റൈൽ പ്രമോ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ആളുകൾ അങ്ങനെ കുറെ ദിവസമായിട്ടുള്ള ഉറങ്ങാത്ത പരിശ്രമം, ഉറങ്ങാത്തൊരു കഷ്ടപ്പാട്, ഇതെല്ലാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അത് കേരളത്തിലെ കണക്കുകൾ മാത്രമല്ല, നമ്മുടെ ബംഗാളുണ്ട്, തമിഴ്നാട്ടിൽ എന്താവും എന്നാകാം, അസമുണ്ട്. അവിടേക്കൊക്കെ ഒന്ന് ശ്രദ്ധ പോയാൽ മതിയായിരുന്നു. തമിഴ്നാട്ടിൽ ദളപതി വിജയ് വെന്നിക്കൊടി പാറിക്കുമോ? ആരാകും തമിഴ്നാടിന്റെ ദളപതി? തമിഴ്നാട് ആകാംക്ഷയുണ്ട് തീർച്ചയായും. ബംഗാളുണ്ട്. ദീദി അവിടെ തുടരുമോ? ദീദിയോ മോദിയോ എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോകണം. പ്രവീൺ, പത്തനംതിട്ട തൂത്തുവാരും എന്നാണ് UDF പറയുന്നത്. എല്ലാ കണ്ണുകളും ആറന്മുളയിലേക്കാണ്. മന്ത്രിയെ വീഴ്ത്തുമോ അബിൻ വർക്കി എന്നതാണ്. ടെൻഷൻ ഉണ്ടോ എല്ലാവർക്കും? ഗുഡ് മോർണിംഗ് വിനീത. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ടെൻഷൻ അല്ലേ, ടെൻഷനോട് ടെൻഷനാണ്. അല്പസമയം മുമ്പ് അടൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി വന്നിരുന്നു, CV ശാന്തകുമാർ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകരും ഇപ്പോൾ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ 2 മണ്ഡലങ്ങളിലെ വോട്ടാണ് എണ്ണുക, ആറന്മുളയിലെയും അടൂരിലെയും. അടൂരിലെ സ്ഥാനാർത്ഥിയാണ് അല്പസമയം മുമ്പ് അകത്തേക്ക് കയറിപ്പോയത്. ആറന്മുളയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും ആ മണ്ഡലം തന്നെയാണ്. ശക്തമായിട്ടുള്ള ത്രികോണ പോരാട്ടമാണ് നടന്നത് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, കൂടെയുള്ള പ്രവർത്തകർക്കും ചങ്കിടിപ്പാണ്. ഓരോ മണിക്കൂറല്ല, ഓരോ നിമിഷവും, വോട്ടെണ്ണി തുടങ്ങുന്ന ഓരോ നിമിഷവും അവരുടെ ചങ്കിടിപ്പായിരിക്കും. വോട്ടർമാർക്കൊപ്പം തന്നെ ഇന്നലെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ചെറിയ ഫോട്ടോകളൊക്കെ ആരൊക്കെ സോഷ്യൽ മീഡിയ പങ്കുവച്ചു. അബിൻ പറഞ്ഞതുപോലെ ഒരു അൾട്രാ തരംഗം ഉണ്ടാകുമോ, ഒരു അൾട്രാ വേവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 5 മണ്ഡലത്തിൽ റാന്നി, കോന്നി ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, അബിൻ ജയിക്കും. അങ്ങനെ ജയിച്ചാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ആരോഗ്യ വകുപ്പിനെതിരെ ഒരു വലിയൊരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതായത് സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ഏറ്റവും കാണാൻ പോകുന്ന മണ്ഡലം ചിലപ്പോൾ അതായിരിക്കും. കാരണം UDF ഇത്രത്തോളം രാഷ്ട്രീയ ആയുധമാക്കിയ മറ്റൊരു മണ്ഡലം ഉണ്ടോ, മറ്റൊരു മന്ത്രി ഉണ്ടോ, വകുപ്പുണ്ടോ? നമുക്ക് 6 മണി നേരം നമ്മുടെ നാട്ടിലേക്ക് പോകാം.